രാവിലേക്ക് എഗ്ഗ് ദോശയാണ്. ദോശ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മീതെ നമ്മൾ മുട്ട മിക്സ് ചെയ്ത് വയ്ക്കുക. ഇന്ന് രാവിലെ അതാണ്. ആദ്യം ഓയിൽ പറ്റി, പിന്നെ അതിലേക്ക് മാവ് ഒഴിച്ചു. പിന്നെ അത് നൈസാക്കി പരത്തി കൊടുക്കുക. നൈസാക്കി പരത്തി കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യ് തൂവി കൊടുക്കുക. അതിലേക്ക് നെയ്യ് തൂവി കൊടുത്തു. നെയ്യ് തൂവി കൊടുത്തു. പിന്നെ അതിലേക്ക് മുട്ട ഒഴിക്കുക. അതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുത്തു. അത് ചുറ്റിച്ച് കൊടുത്തു. ഇനി അത് വെന്ത് വരട്ടെ. ഒരു പുറം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ മറിച്ചിട്ട് കൊടുത്തു. അങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അപ്പുറത്തെ സൈഡ് വെന്ത് വരട്ടെ. ഇനി മറുപുറം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റി. ദോശയ്ക്ക് കൂടെ കഴിക്കാൻ സാമ്പാറാണ്. നല്ല കോമ്പിനേഷനാണ്. എഗ്ഗ് ദോശ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. മുട്ട കഴിക്കണവർക്ക് കേട്ടോ. മുട്ട കഴിക്കാത്തവർക്ക് അത് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ സാമ്പാറ് കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം. സാമ്പാർ ഒഴിച്ചു. ഇനി നമുക്ക് കഴിക്കാം. കണ്ടില്ലേ എഗ്ഗ് ദോശ? നമുക്ക് സാമ്പാർ മുക്കിയിട്ട് നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.